ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM ഇബ്രാഹിമിനെതിരെ ഇപ്പോൾ CBI കേസ് എടുത്തിട്ടുണ്ട്. അഴിമതി നിരോധന പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. സഹിൻ ആന്റണിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം. സഹിൻ, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു CBIക്ക് കേസ് ഏറ്റെടുക്കാമെന്ന്. ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ, അന്വേഷണ പരിധിയിൽ എന്തൊക്കെ, ഇനി ജോമോൻ പുത്തൻപുരയ്ക്ക് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ വിശദാംശം. സേതു, തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM ഇബ്രാഹിമിനെതിരെ ഇപ്പോൾ CBI കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ 2 ആഴ്ച മുൻപ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ CBIക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു. മാത്രമല്ല 2015 അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു ജോമോൻ പുത്തൻപുരക്കലിൻ്റെ പരാതി. ഈ പരാതി വിജിലൻസിന് നൽകിയിരുന്നു. അന്ന് വിജിലൻസ് ഈ പരാതി പരിശോധിച്ച് അത് തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണത്തിലെ പാളിച്ചകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഇബ്രാഹിമിനെതിരെ പോലീസ് CBI കേസെടുത്തിരിക്കുന്നത്. CBIയുടെ കൊച്ചി യൂണിറ്റാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുക. ഒപ്പം തന്നെ ഈ FIRന്റെ പകർപ്പ് അത് ഇന്ന് ഉച്ചയോടുകൂടി സഹിൻ KM ഇബ്രാഹിമിനെതിരെ ഇപ്പോൾ CBI കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.